നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഗുണ്ടാരംഗനായി ഫഹദ് ഫാസിൽ നിറഞ്ഞാടിയ ചിത്രമാണ് ആവേശം. മികച്ച പ്രേക്ഷക പ്രതികരണം നേടി തിയേറ്ററുകളിൽ കളക്ഷൻ നേടുകയാണ് ചിത്രം. കണ്ടിറങ്ങിയവരെല്ലാം തന്നെ ചിത്രത്തെക്കുറിച്ച് മികച്ച പ്രതികരണമാണ് നടത്തുന്നത്. രംഗൻ എന്ന കഥാപാത്രത്തെ ഫഹദ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഫഹദിൻ്റെ അഭിനയം ഗംഭീരമാണെന്നും ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും മികച്ച അപ്പിയറൻസ് ആണ് ചിത്രത്തിൽ ഫഹദിനുള്ളതെന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്ന നിലയിലാണ് ആവേശത്തിന് ഇത്രയും ജനസ്വീകാര്യത ലഭിക്കുന്നത്. യുവാക്കളെയാണ് സിനിമ കൂടുതൽ ആകർഷിക്കുന്നത്. ബംഗളൂരു സ്വദേശിയായ രംഗ എന്ന അധോലോക നായകനായാണ് ഫഹദ് ചിത്രത്തിലെത്തുന്നത്. ഒട്ടേറെ നർമ്മ മുഹൂർത്തങ്ങൾ ചിത്രത്തിൽ ഉടനീളമുണ്ട്. ചിത്രത്തിൽ ഫഹദ് പറയുന്ന എടാ മോനെ എന്ന ഡയലോഗും ഇതിനോടകം വൈറലായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ട്രോളുകളിൽ നിന്ന് തന്നെ ഈ ഡയലോഗ് ആരാധകരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ചിത്രത്തിൽ അഭിനയിച്ച പുതിയ അഭിനേതാക്കളും ഫഹദിനോടൊപ്പം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കോളേജ് പിള്ളേരുടെയും അവരെ സഹായിക്കാൻ എത്തുന്ന ഗുണ്ടയായ രംഗൻ്റെയും കഥ പറയുന്ന ചിത്രം ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരിൽ ആവേശം ജനിപ്പിക്കുന്നു. മികച്ച ഇൻ്റർവെൽ ബ്ലോക്കും ക്ലൈമാക്സുമാണ് ചിത്രത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത. രംഗണ്ണനും പിള്ളേരും ഡബിൾ സ്ട്രോങ് അല്ല, ത്രിബിൾ സ്ട്രോങ് ആണെന്നും ഫഹദ് ഫാസിലിൻ്റെ ആറാട്ടാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നതെന്നും ചില പ്രേക്ഷകർ പറയുന്നു. കന്നഡ കലർന്ന മലയാളമാണ് ഫഹദ് ചിത്രത്തിൽ സംസാരിക്കുന്നത്. ഫഹദിനെ ഇതുവരെ കാണാത്ത സ്ക്രീൻ പ്രസൻസിലാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷുക്കാലത്ത് തിയേറ്ററുകളിൽ നിറഞ്ഞാടാൻ ആവേശം എന്ന ചിത്രത്തിന് കഴിയുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അൻവർ റഷീദും ഫഹദ് ഫാസിലുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രോമാഞ്ചം എന്ന ചിത്രത്തിലൂടെ സുപരിചിതനായ സജിൻ കോബു ആണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം.